ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അനഘ അവന്തികയോട് പറയുകയാണ്, ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലേ? ഓ, ഭർത്താവിനെ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കില്ലല്ലോ. ഇത് കേൾക്കുന്ന അവന്തിക പറയുകയാണ്, നീ എന്ത് കരുതി ഞാനിവിടെ വന്ന് ചുമ്മാതിരിക്കുകയാണെന്നോ? എല്ലാ പണിയും ഒപ്പിച്ചു വെച്ചിട്ടാ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇന്ന് നെല്ലിശ്ശേരിയിലെ ഒരു ബോംബ് പൊട്ടും, ഒരു വലിയ ബോംബ് തന്നെ. എന്താ ചേച്ചി കാര്യം പറയാൻ അനഘ പറയുമ്പോ അവന്തിക പറയുകയാണ്, അർച്ചന ഒരിക്കലും ഒരമ്മയാകില്ലെന്നേ. ഇന്നിവിടെ എല്ലാവരും അറിയും. ചേച്ചി തന്നെ എല്ലാവരോടും പറയാൻ പോവുകയാണോ എന്ന് അനഘ ചോദിക്കുമ്പോ അവന്തിക പറയുകയാണ്, സന്ധ്യ ഇന്ന് എന്താണെങ്കിലും സച്ചിയോട് ആ കാര്യം പറയും. പിന്നെ ആ തീ ആളിക്കത്തിക്കേണ്ടത് നമ്മുടെ ജോലിയാണ്. സന്ധ്യ സച്ചിയേട്ടനോട് അത് പറയാതെ മറച്ചു വെച്ചാലോ? സന്ധ്യ അത് മറച്ചു വെച്ചാലും ടെസ്റ്റ് റിപ്പോർട്ട് അത് മറച്ചു വെക്കാൻ സാധിക്കില്ലല്ലോ. ഇനി നടക്കാൻ പോകുന്നത് എന്താണെന്നേ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. അച്ഛനാവില്ലെന്ന് അറിയുന്ന സച്ചി അർച്ചനയിൽ നിന്നും പതിയെ പതിയെ അകലാൻ തുടങ്ങും. ഈ വീട്ടിലെ എല്ലാവരുടെയും, പ്രത്യേകിച്ചും സേതുമാധവന്റെ ആഗ്രഹം നടത്തിക്കൊടുക്കാൻ പറ്റാത്തവൾ എന്ന പട്ടം നമ്മൾ അർച്ചനയ്ക്ക് നൽകും. പ്രസവിക്കില്ലെന്ന് പറയുന്നതേ ഒരു പെണ്ണിനെ സംബന്ധിച്ച് ചെറിയ കാര്യമൊന്നുമല്ല. ഒരു തവണയൊന്ന് കളിയാക്കിയാൽ തന്നെ ഏത് പെണ്ണും തകർന്നു പോകുന്നൊരു സംഭവമാണത്. അർച്ചനയ്ക്ക് ഒരു തരത്തിലും സമാധാനം കൊടുക്കാതെ ഈ കാര്യം പറഞ്ഞ് നമ്മൾ അവളെ തളർത്തിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ നിവർത്തി കേട്ട് അർച്ചന ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോണം. സച്ചിയുടെ ജീവിതത്തിൽ നിന്നും, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിന്ന്. എന്റെ ചേച്ചി, ആ ശല്യം പോയാലും ആതിര പിന്നെയും ഇവിടെ തന്നെയല്ലേ? അതൊക്കെ നമ്മൾ മാറ്റിയെടുക്കുമല്ലോ. ആതിരയ്ക്ക് ആഘോഷം നടക്കും. അത് അർച്ചന വരുത്തിയതാണെന്ന് നമ്മൾ വരുത്തി തീർക്കുകയും ചെയ്യും. അർച്ചനയ്ക്ക് കുഞ്ഞുണ്ടാകാത്തതിന്റെ അമർഷം കാരണം അർച്ചന എല്ലാം ചെയ്തെന്ന് നമ്മൾ വരുത്തി തീർക്കും. എന്താ അതുപോലെ? ചേച്ചിയുടെ ബുദ്ധി അപാരം തന്നെയെന്ന് അനഘ പറയുമ്പോൾ അവന്തിക പറയുകയാണ്, എന്നെ ഈ മുറിയിൽ പൂട്ടിയിട്ടാലും എന്റെ ബുദ്ധിയും സാമർഥ്യവും ഒന്നും പൂട്ടിയിടാൻ സാധിക്കില്ലല്ലോ. ഈ കുടുംബത്തെ ഞാൻ നശിപ്പിച്ചിരിക്കും. നീ കണ്ടോ നിന്റെ ചേച്ചി എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നതെന്ന്. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. സച്ചിയും അർച്ചനയും ഡോക്ടർ സന്ധ്യയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഈ ടെസ്റ്റ് ഇപ്പൊ നടത്തണോ? കല്യാണം കഴിഞ്ഞ് 1 വർഷമായിട്ടും കുട്ടികളില്ലാത്തവര് ചെയ്യുന്ന ടെസ്റ്റാണിതെന്ന് സന്ധ്യ പറയുമ്പോൾ അർച്ചന പറയുകയാണ്, ഇല്ല ഡോക്ടർ, ഞങ്ങൾക്ക് എന്താണെങ്കിലും ടെസ്റ്റ് നടത്തണം. തുടർന്ന് സച്ചി പറയുകയാണ്, എൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് പേരക്കുട്ടികൾ. സന്ദീപ് ആ ആഗ്രഹം നടത്തി കൊടുക്കാൻ പോവുകയാണ്. എനിക്കും എത്രയും പെട്ടെന്ന് ആ ആഗ്രഹം നടത്തി കൊടുക്കണം. ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകാൻ എന്താ തടസ്സമുള്ളത്? അത് ഡോക്ടർ എത്രയും പെട്ടെന്ന് മാറ്റിത്തരണമെന്ന് അർച്ചനയും പറയുന്നു. ഞാൻ ചോദിച്ചെന്നേയുള്ളൂ. നിങ്ങളുടെ ആവശ്യം പോലെ എല്ലാം നമുക്ക് നടത്തിയെടുക്കാം. സച്ചി കുറച്ചുനേരം പുറത്തേക്ക് ഇറങ്ങിയിരിക്കാൻ സന്ധ്യ പറയുന്നു. അതേസമയം വൃന്ദാവനത്തിൽ ടെൻഷനോടെ ഇരിക്കുകയാണ് കമലയും മാഷും. നീ ഇങ്ങനെ മുള്ളിന്റെ പുറത്ത് നിന്നിട്ട് ഒരു കാര്യവുമില്ല കമലയെന്ന് മാഷ് പറയുമ്പോ കമല പറയുകയാണ്, എന്നാലും ഈശ്വരൻ എന്തിനാ മാഷെ നമ്മളോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? തുടർന്ന് മാഷ് പറയുകയാണ്, നമ്മുടെ മോള് ഇനി ഇന്ന് വന്നത്രയും സന്തോഷത്തോടെ ഇങ്ങോട്ടേക്ക് വരാനേ പോകുന്നില്ല. പതിയെ പതിയെ സച്ചി അവളെ അവഗണിച്ചു തുടങ്ങും. ഒരു അച്ഛനാവുക എന്ന സച്ചിയുടെ ആഗ്രഹം തകരാൻ പോകുന്ന ദിവസമല്ലേ ഇന്ന്. അതിന് കാരണക്കാരിയോ നമ്മുടെ മോളും. സേതുവിനോട് കാര്യങ്ങൾ പറയുമ്പോൾ സേതുവും എന്റെ കുഞ്ഞിനെ വെറുത്തു തുടങ്ങും. അങ്ങനെയൊക്കെ ആയാലേ നമുക്ക് പിന്നെ അവളെ അവിടെ നിർത്തണ്ട. നമുക്കാവതുള്ളിടത്തോളം കാലം അർച്ചനയെ നമുക്ക് തന്നെ ഇവിടെ നിർത്താം. നമുക്ക് അവളെ നോക്കുകയും ചെയ്യാമെന്ന് മാഷ് പറയുമ്പോൾ മാഷിനെ ചേർത്ത് പിടിച്ച് കരയുകയാണ് കമല. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ് അർച്ചന സച്ചിയുടെ അടുത്തേക്ക് വരികയാണ്. ഡോക്ടർ എന്ത് പറഞ്ഞെന്ന് സച്ചി ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ലെന്നും സച്ചിയേട്ടനോട് അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞെന്നും അർച്ചന ചിരിച്ചുകൊണ്ട് പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് സച്ചി ഡോക്ടറിന്റെ അടുത്തേക്ക് ചെല്ലുന്നതാണ്. ഡോക്ടർ, അർച്ചനയ്ക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. ഇനി എന്റെ ടെസ്റ്റ് നടത്തിയാലോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുകയാണ്, ഞാൻ പറയുന്നത് സച്ചി സമാധാനത്തോടെ കേൾക്കണം. എന്താ ഡോക്ടർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ സന്ധ്യ പറയുകയാണ്, സച്ചി, അത് പിന്നെ അർച്ചന ഒരിക്കലും ഗർഭിണിയാകില്ല. ഇത് കേൾക്കുന്ന സച്ചി ആകെ തകർന്ന് സന്ധ്യയെ നോക്കുകയാണ്. ഇത് നിങ്ങളോട് എങ്ങനെ പറയുമെന്ന് ഞാൻ കുറെ ആലോചിച്ചു. അതിന്റെ അവസാനമാ അർച്ചനയോട് പറയാതെ സച്ചിയോട് പറയാമെന്ന് ഞാൻ തീരുമാനമെടുത്തത്. ഡോക്ടർ, നമുക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്താലോ? പുറം രാജ്യങ്ങളിൽ പോകണമെങ്കിൽ അങ്ങനെയും ചെയ്യാമെന്ന് സച്ചി പറയുന്നു. ഈ ലോകത്തിന്റെ ഏതു കോണിൽ കൊണ്ടുപോയാലും ഞാൻ പറഞ്ഞ കാര്യം തന്നെയായിരിക്കും എല്ലാ ഡോക്ടർമാരും പറയുന്നത്. എനിക്ക് സച്ചിയോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഈ ഒരു കാരണം കൊണ്ട് നിങ്ങൾ തമ്മിൽ ഒരകൽച്ചയും ഉണ്ടാകരുത്. അതുകൊണ്ടാണ് അർച്ചനെ അറിയിക്കാതെ കാര്യങ്ങളെല്ലാം ഞാൻ സച്ചിയോട് തന്നെ പറഞ്ഞത്. ഒരു കുഞ്ഞിനെ ആ പാവം വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോ താങ്ങാൻ പറ്റിയെന്ന് വരില്ല. ഇതൊക്കെ സേതു അച്ഛനും മറ്റും അറിയുമ്പോ അവരും വല്ലാതെ തകർന്നെന്ന് വരും. അതുകൊണ്ട് കുറെ കാലത്തേക്കെങ്കിലും ഇതൊന്നും മറ്റാരും അറിയരുത്. ഇല്ല ഡോക്ടർ, ഞാനിതൊന്നും ഒരിക്കലും ആരോടും പറയില്ല, അർച്ചനയോട് പോലും. എന്നാലും ഞങ്ങൾക്ക് ആ വിധി ഇല്ലാതായി പോയല്ലോ.
പറഞ്ഞുകൊണ്ട് ആകെ തകർന്ന് സച്ചി അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. തുടർന്ന് സച്ചി ഡോക്ടറിന്റെ ക്യാബിന്റെ പുറത്തേക്ക് വരുമ്പോൾ അർച്ചന ചോദിക്കുകയാണ്, എന്തായി? ഡോക്ടർ എന്താ പറഞ്ഞത്? നമുക്ക് കുട്ടികൾ ഉണ്ടാകാൻ തടസ്സമൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. വേഗം താനൊരു അമ്മയാകുമെന്നും ഡോക്ടർ പറഞ്ഞെന്ന് സച്ചി പറയുമ്പോൾ അർച്ചന പറയുകയാണ്, എന്നാ സച്ചിയേട്ടാ വേഗം വാ, നമുക്ക് ഈ സന്തോഷ വാർത്ത എല്ലാവരെയും അറിയിക്കണം. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയിലേക്ക് തിരികെ പോകുന്ന സച്ചിയും അർച്ചനയുമാണ്. പോകുന്ന വഴിക്ക് സന്ധ്യ പറയുന്ന കാര്യങ്ങളെല്ലാം ഓർക്കുമ്പോൾ സച്ചിയുടെ നിയന്ത്രണം വിട്ടു പോവുകയാണ്. പെട്ടെന്ന് സച്ചി ബ്രേക്ക് പിടിക്കുന്നത് കൊണ്ട് തന്നെ ഒരു അപകടത്തിൽ നിന്നും ഒഴിവാകുന്നു. ഈ സമയം സച്ചിയുടെ മാറ്റങ്ങളെല്ലാം സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് അർച്ചന. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.